അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കോന്നി ആനക്കൂടുകൾ എല്ലാം കണ്ട് അവിടെ നിന്ന് നേരെ അടവിക്ക് വിടുകയാണ്. തണ്ണിത്തൊടി, അത് തന്നെ, തണ്ണിത്തൊടി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. കാടിൻ്റെ നടുക്കൂടിയുള്ള അരുവിയിൽ അടിപൊളി കൊട്ടവഞ്ചി യാത്രയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാൻ രസകരമാണ് കേട്ടോ. നിങ്ങളൊന്ന് കാണേണ്ട വീഡിയോ ആണ്. കാടിന്റെ നടുവിൽ കൂടി നമ്മൾ ഇങ്ങനെ പോവുകയാണ് കുട്ടവഞ്ചി യാത്രയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷെ നല്ല മഴ, ഇന്നത്തെ ഒരു അന്തരീക്ഷം കണ്ടോ, നല്ല സൂപ്പർ മഴ പെയ്യുവാണ് കേട്ടോ. ഇപ്പൊ ചെറിയ ചാറ്റമഴയുള്ളൂ. ഞങ്ങള് പറയുകയും ചെയ്തു ഈ കൊട്ടവഞ്ചി പോകാൻ തീരുമാനിച്ചപ്പോഴാണ് അന്ന് തന്നെ മഴ. പക്ഷെ ഈ ഒരു അന്തരീക്ഷത്തിൽ യാത്ര ചെയ്യുന്നത് നല്ല രസമാണ്. വണ്ടി ഓടിക്കുന്നവർക്കായിരിക്കും അതിന് ബുദ്ധിമുട്ട്. ഇതുവരെ നല്ല അടിപൊളി റോഡായിരുന്നു. ഇപ്പൊ ആ പൊട്ടി പൊളിഞ്ഞ റോഡ്. ഞങ്ങളൊരു കയറ്റം കയറുകയാണ്. ഇത് രസമുണ്ട്, നോക്കൂ, അടിപൊളി. ഇങ്ങോട്ട് താഴോട്ടാണ് ഇറങ്ങി പോകേണ്ടത്. കൊട്ടവഞ്ചിയിലേക്ക് പോകുന്ന ആ വഴിയാണ് കേട്ടോ. ഇറങ്ങി പോകണം, താഴേക്ക് പോകണം. സുശീലനൊക്കെ മുമ്പേ ഉണ്ട്. അവരുടെ വണ്ടി പോയി, നമ്മൾ തൊട്ട് പുറകെ ഇതാണ്ട് വന്നു. ഞങ്ങൾ വേണ്ട കുട്ടവഞ്ചിയിൽ ടിക്കറ്റ് എടുക്കാൻ പോകണം. 4 പേർക്കുള്ളതിന് 600 രൂപയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 7 പേരുണ്ട്, 2 എണ്ണം എടുക്കണം. ടിക്കറ്റ് കൗണ്ടറാണ്. ഇവിടുന്ന് താഴേക്ക് പോകണം. അയ്യോ, ഓക്കെ. ജയ, നീയും പിള്ളേരും കൂടെ പോടി. നിങ്ങൾ പോയിട്ട് വാ. ഇക്കായും സുശീലനും വരുന്നില്ലെന്ന്. 4 പേർക്കേ പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പറ്റത്തില്ല. അയ്യോ, അങ്ങനെ പറ്റത്തില്ല. അവർ 2 പേരും വരുന്നില്ല. പിന്നെ വെറുതെ ഒരു ഓട്ടവഞ്ചി എടുക്കാവുന്നേ ഉള്ളൂ. കാരണം ഇവർ 2 പേരും ഇല്ല. അയ്യടി മോളെ. ഓ, കണ്ടടാ, അതാണ്ട് നിറയെ പൂക്കളും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി. ഇന്നാടി മോളെ എടുത്തോട്ട്, അതെടുത്തു കാര്യമില്ല. അമ്മക്കിട്ട ഇങ്ങോട്ട് മോളെ, മോളെ ഇങ്ങോട്ട്. ഞാൻ പോയി പൈസ അടച്ചേച്ച് വരാം. ഞാൻ കൊടുത്തേച്ചേട്ടെ. ഞാൻ കൊള്ളാം. ഫസ്റ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മള് കൊട്ടവഞ്ചിയിലേക്ക് കയറാൻ പോവുകയാണ്. ഇവിടെ കറുവപ്പട്ട, ദാഹശമനി, ഇതെല്ലാം ഇവിടെയുണ്ട് കേട്ടോ. ഇതാണ് കൊട്ടവഞ്ചിയിലേക്ക് കയറാനുള്ള ഇങ്ങോട്ട് വരുന്ന വഴിയാണിത് കേട്ടോ. കണ്ടോ? മധ്യ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയുടെ ഹൃദയഭാഗത്താണ് നമ്മുടെ ഈ അടവി സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതി സൗന്ദര്യം കൊണ്ടും അതുപോലെ തന്നെ ഒരുപാട് വന്യജീവികളുടെ ഒരു സങ്കേതവും കൂടിയാണ് നമ്മുടെ ഈ അടവി. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ കാടിനകത്തു നിന്നും പല പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ സൗണ്ട് നമുക്ക് കേൾക്കാം. നമ്മൾ കൊട്ടവഞ്ചി യാത്ര ചെയ്യുമ്പോൾ ആന തലേദിവസം രാത്രിയിൽ ഇറങ്ങി അവിടെയെല്ലാം നശിപ്പിച്ച് ഈറയൊക്കെ ചവിട്ടി മെതിച്ചിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാട്ടുപന്നികൾ, അതുപോലെ തന്നെ മനോഹരമായ മാനുകൾ, ആനകൾ, അങ്ങനെ എല്ലാം ഇവിടെ ഉണ്ട്. നമ്മുടെ ഭാഗ്യം പോലിരിക്കും ഇത് യാത്ര ചെയ്യുന്ന സമയത്ത് ഇത് കാണുന്നത്. അപ്പോൾ കോന്നി നദിയിലൂടെയുള്ള ശാന്തമായ ഒരു കുട്ടവഞ്ചി യാത്ര കണ്ടിട്ട് വരാം. ഇഷ്ടം പോലെ കൊട്ടവഞ്ചി. ഐ ലവ് അടവി. വരുന്നു. കണ്ട, ഒരു പ്ലാവ് നിറയെ ചക്കയുണ്ട്. കുരങ്ങിരിക്കുന്നുണ്ടോ അതിൻ്റെ മുകളിൽ? ഓ, ഞങ്ങള് കണ്ട ലൈഫ് ജാക്കറ്റൊക്കെ ഇടാൻ പോവാണ്. പൊട്ടത്തര കയ്യിലിരിക്കുന്നു. ഒന്നും ഇടണ്ടല്ലോ, എന്നാലും ഒന്ന് ഇട്ടല്ലേ, സേഫ്റ്റി അല്ലേ.
നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയല്ലേ ഇത്. പൊന്നു ഒരു വഴിക്ക് പോവല്ലേ. അപ്പൊ അവര് 3 പേരേ ഉണ്ട്. എന്റെ ഇതിന്റെ അകത്തിട്ടിട്ട് ഇത് ഇവിടെ വെക്കും. പിടിച്ചോ വരുന്നില്ല. പപ്പ വരുന്നില്ല, കുഞ്ഞാറ്റ വരുന്നില്ല. ഞങ്ങള് ധൈര്യശാലികളായ കുറച്ച് പേര് ഇതാ പോവാണ്. അമ്മു എവിടെ ചെന്നാലും ഞങ്ങൾ ഒന്നിച്ചാണ് കേട്ടോ. അവളെല്ലാത്തിനും എന്റെ കൂടെ ഉണ്ട്. എടുത്തോ ഓണാണത്. ആണോ? ഇതിലാണോ കയറണ്ട? പോയിച്ച് വരട്ടെ. അമ്മേ തലയിലങ്ങാടെ വീഴുവോ? ഇരിക്കുന്നിടത്തോട്ട് കൊടുത്തായിരുന്നു. നിങ്ങളുടെ ഞങ്ങൾ കുഴപ്പമില്ലല്ലോ. സുശീലിന് ഇങ്ങോട്ടൊന്ന് വന്നേക്കണം. ഫോണ് ഞങ്ങൾ കയറി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നീങ്ങി. അല്ല ഇതല്ല കണ്ട മോട്ടേക്ക് നീങ്ങി. വരുന്നില്ലല്ലോ. അവിടെയുള്ളോ? വെയിറ്റ് ബാലൻസ് ചെയ്യുന്ന അവർ 2 പേര് അപ്പുറം അപ്പുറം അവിടെ വെയിറ്റ് തീരെയും കുറഞ്ഞ ഞാനും. ഞങ്ങള് സാഹസികമായി കൊട്ടവഞ്ചിയിലേക്ക് പോവുകയാണ്. തിരിച്ചു വന്നിട്ട് കാണാം നമുക്ക്. ഉണ്ടാ ഞങ്ങള് ധീര വനിതകളായ ഞങ്ങള് 4 ഉണ്ടാവും. കൊച്ച ഇങ്ങോട്ട് നീങ്ങ്. ഇതേ ബാലൻസ് ചെയ്യുവോ? ഞങ്ങള് 2 പേര് 4 2 ഇപ്പുറത്ത് നല്ല വെയിറ്റാ. കുഴപ്പമില്ല. തമ്പുരാനെ നീ കാത്തോ. ഒട്ടും ഭയപ്പെടാതെ പിള്ളാരെ. മോളിച്ചിരിക്കൂടെ. നമ്മളെ 3 അല്ല ചേട്ടാ, നമ്മളെ 3 പേര് നല്ല ഹെവി വെയിറ്റുകാരാ ഒരു സ്ഥലത്തിരിക്കുന്നത്. അതെ വെയിറ്റ് വേണോ ഇല്ലേ? അപ്പോൾ കാണാം. മോളും അങ്ങ് പുറകോട്ട്. ഞാൻ ഇറങ്ങണോ? ഓക്കെ ഡബിൾ ഓക്കെ ട്രിപ്പിൾ ഓക്കെ. നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ കോന്നി ആരും മറക്കരുത്. ഇവിടെ വരുന്നവരെന്തായാലും ഇവിടെ വരെ വന്ന് ഇതിലൊന്ന് കയറാതെ പോകരുത്. ഇവിടെ വരെ വന്ന് പട്ടി ചന്തയ്ക്ക് പോയതുപോലെ പോയേച്ച് വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? അവിടെ വരെ വന്ന് ആനക്കൊട്ടിലും ഒക്കെ കണ്ട് തിരിച്ചു പോയാലും ഒരു സുഖമില്ല. സാഹസികത വേണം പിള്ളേരെ, ഇല്ലെങ്കിൽ എന്തോന്ന് ജീവിതമാ. ഞങ്ങള് വിചാരിച്ചു അയ്യോ ഇതെങ്ങനെ പോകും, ഇവിടെ വെള്ളമില്ലല്ലോ എന്ന് വിചാരിച്ചതാ. ഞങ്ങൾ ആലപ്പുഴ ഹരിപ്പാട്, ഇവര് ചിറ്റാറ്, എന്താ മൂഴിയാറ്, പെരുന്നാട്. സർവശക്തനായ തമ്പുരാനെ, നീ ഞങ്ങളെ ഇപ്പോൾ ഇതുപോലെ തന്നെ തിരിച്ചു വീട്ടിൽ കൊണ്ടുവന്നെത്തിക്കണേ.
പേടിയൊന്നുമില്ല, ചെറിയൊരു ധൈര്യക്കുറവ്. വീഡിയോ വീഡിയോയാ. ചേട്ടനൊക്കെ പ്രസിദ്ധമാവും, ഇങ്ങോട്ട് നോക്കിക്കോ. തുഴഞ്ഞു ചേട്ടൻ യൂട്യൂബിൽ ലോകം മൊത്തം കാണപ്പെടും. അയ്യോ, എനിക്ക് ഇതില് വെള്ളം കയറുന്നല്ലോ ചേട്ടാ. ഇല്ലേ, ഒന്നുമില്ല, അതൊന്നും കുഴപ്പമില്ല. ഒഴുക്കുണ്ടെങ്കിലല്ലേ ഉള്ളു. കണ്ട മഴ പെയ്തോണ്ടിരിക്കുക കേട്ടോ. ചേട്ടന്റെ പേരെന്തുവാ? വർഗീസ് ചേട്ടനാണ് ഞങ്ങളെ തുഴഞ്ഞുകൊണ്ട് പോകുന്നത്. വർഗീസ് ചേട്ടന്റെ തൊപ്പി മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇറങ്ങിയിട്ട് നമുക്ക് എടുക്കാം. ഇന്നത്തെ ഈ അന്തരീക്ഷത്തിൽ ആൾക്കാർ വരും. ഞങ്ങളിങ്ങനെ കൊട്ടവഞ്ചിയിൽ കറങ്ങുകയാണ്, കുട്ടികളെ കറങ്ങുകയാണ്. മോളവിടെ അവളെ കൊടുത്തു, ഞാനില്ലാത്തെന്ത് കഷായവാ. മുളയുടെ നല്ല ഈറയായില്ലേ? ഈറ മുളയാണോ? അത് ശരി. കറുപ്പ് കളറില്ല, പച്ച കളറില്ല. ഞങ്ങൾ അതിന് ഞങ്ങളുടെ വീട്ടിലുണ്ട് പച്ച കളറിലത്. അത് വെട്ടി കൊടുക്കും നമ്മള് വെട്ടി. അത് പക്ഷെ കൊള്ളത്തില്ല, ഊറാൻ കയറും കുറച്ചു നാൾ കഴിയുമ്പോ. പോകത്തില്ല. അതാ കർണാടകയിൽ നിന്ന് കൊണ്ടുവരുന്ന ഇതൊക്കെ ഇതിങ്ങനെ പണിഞ്ഞു തന്നെ കൊണ്ടുവരുന്നതാണ്. വെള്ളത്തിൽ ഇറക്കേണ്ടതില്ലേ? അപ്പൊ ടാറ് വെച്ചിട്ട് ചാക്ക, പ്ലാസ്റ്റിക് ചാക്ക് പൊതിഞ്ഞിട്ട് അതിന്റെ പുറത്ത് പിന്നെ മൊത്തം ആന ഇറങ്ങി ചെയ്ത് വെച്ചിട്ട് പോയതാ. അപ്പൊ ഞങ്ങള് തണ്ണിത്തോട് വഴി ഇങ്ങനെ പോവുകയാണ്. തണ്ണിത്തോടാ അല്ലേ? സന്ധിക്കുഞ്ഞമ്മ വിളിച്ച ഫോൺ കയ്യിലില്ല. അവളുടെ ഇവിടെ ബാങ്ക് ജോലിയാവും. ബാങ്കിലല്ല, സന്ധ്യന്നാ പേര്. ഈ മീനുണ്ടോ? മീനുണ്ടോ? പമ്പയായിട്ടുള്ള മീനൊക്കെ ഇവിടെ ഉണ്ടല്ലേ? പമ്പയുടെ കൈവഴിയാ. പമ്പ പെരുന്നാട്ടിൽ കൂടെ വരുന്നത്. ഇത് അങ്ങനെ ആരും പിടിക്കത്തൊന്നുമില്ല. അടുത്ത് വന്നവരെ പിടിച്ചോ, അങ്ങനെയൊക്കെ പിടിക്കുമല്ലയോ? ഉമ്മിക്ക് ഇങ്ങനെ ഞാൻ അവിടെ കിടക്കണം. രാവിലെ ഞങ്ങളിപ്പോ 7:30 ആകുമ്പോ രാവിലെ അല്ലെങ്കിൽ 8:30 വന്നാൽ മതി. അപ്പൊ അതുകൊണ്ട് രാവിലെ 7:30 ആകുമ്പോ ഇവിടെ വരണം. 5:30 ടിക്കറ്റ് എടുത്തേ നോക്കട്ടെ. അപ്പൊ 6 മണിയാവുന്ന കുട്ടിക്ക് നമ്മൾ അടവിയിലൂടെ പോവുകയാണ്. 5:05 കഴിഞ്ഞാൽ പിന്നെ ബില്ല് വരികയില്ല. അത് വേണ്ടൊക്കെ വരത്തുള്ളൂ. 16 എടുത്ത ആഴ്ച ആണോ? 16 അടിയോ? 12 അടി. എല്ലായിടവും ഇല്ല. ഇതെല്ലാം അടി പാറ, ചിലപ്പോ മുട്ടുന്നിടം വരെ ഉണ്ട് പാറ. ആണല്ലേ? അതുപോലെ എല്ലാം കല്ല പാറയത്. പാറ കെട്ട ഇതിനടിക്ക് കേട്ടോ. അത്രയുണ്ട്. ഞങ്ങൾ ഒരുപാട് ദൂരം ഇങ്ങോട്ട് ഇനി വന്നിട്ടുണ്ട്. എന്ത് രസമാണെന്നറിയാവോ? നമ്മൾ വള്ളത്തെ പോകുന്നതിനേക്കാളും രസമുണ്ട്. വിശാലമായിട്ടിരുന്നു. വള്ളത്തേലാന്നേ അങ്ങോട്ട് തിരിയരുത് ഇങ്ങോട്ട് തിരിയരുത്, പേടിയല്ലേ? അപ്പൊ നമ്മുടെ കൊട്ടവഞ്ചി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ചേട്ടൻ നമ്മളെ കറക്കിക്കൊണ്ടിരിക്കുകയാണ് കൊട്ടവഞ്ചിയില്. ആണോ? അടിപൊളി കേട്ടോ. സൂപ്പർ സൂപ്പർ. അതെ അതെ, സത്യം. എന്തിനാ പിള്ളേരെ ഞങ്ങള് പേടിക്കുന്നത്? പേടിക്കുന്നവരൊക്കെ ഉണ്ടോ? പേടിക്കുന്നവരെ ഈ അമ്മു മാറുമ്പോളെ മാറുവേടാ. ടണ്ടണേ, ഞങ്ങള് ഇറങ്ങുവാട്ടോ.
എനിക്ക് തല ഇറങ്ങും. കണ്ണൊക്കെ തുറക്കാം, കുഴപ്പമില്ല. ആള് പുലിയാ ഞങ്ങളെ കറക്കുക. ആ കഴിഞ്ഞു തണ്ട. എനിക്ക് വയ്യ. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കറങ്ങും, നിങ്ങൾ പേടിത്തുറികളായിട്ടോ. അപ്പൊ നിങ്ങളൊക്കെ വീഗാലാൻഡിൽ അതുപോലെയുള്ള അമ്യൂസ്മെന്റ് പാർക്കുകളിലൊക്കെ പോയാലുള്ള അവസ്ഥ. നമ്മുടെ ഇവിടുത്തെ പോലെയല്ല സൗദിയിലെ ഓരോ പിന്നെ റൈഡുകളും അവര് റുക്കുമൊക്കെ പേടിച്ച് നിൽക്കും. ഞാൻ ഈസി ആയിട്ട് കയറും. എന്തെല്ലാം റൈഡുകൾ നമ്മളെ പേടി വരുന്ന ദിവസമുണ്ട്. പേടിയാ. റുക്കു ഇച്ചിരി ധൈര്യം കുറവാ. വഞ്ചിയാലും പേടിയാ അവക്ക്. എന്നാലും ഞങ്ങൾ വലിച്ചു കയറ്റി. ഞാൻ പറയാം പിന്നെ എങ്ങനെ പേടിച്ചാലും എങ്ങനെയാന്ന് പറഞ്ഞിട്ട് വലിച്ചു കയറ്റും. ഞങ്ങള് പോയും വന്നു ഒക്കെ കോട്ട് ഒരു ദൂരെ കളഞ്ഞ് ചൂടെടുക്കുന്നില്ല. മോളെ ആ സൗണ്ട് കേട്ടോ, കാട്ടുകോഴിയാണ് കേട്ടോ. കാട്ടുകോഴിയുടെ സൗണ്ടാ. അതെ സത്യമാണ്. ആ സൗണ്ട് കേട്ടോ, അത് കാട്ടുകോഴിയുടെ സൗണ്ടാണേ. ശ്രദ്ധിച്ചോണേ. അടിപൊളി കേട്ടോ. ഞാനിവിടെ ഉണ്ടേന്ന് വിളിച്ച് പറയുക. ഞങ്ങൾ തിരിച്ച് പോവുകയാണ്, കുട്ടികളെ പോവുകയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടില്ലാത്തവർ നിങ്ങൾ എൻ്റെ ഒപ്പം വരികയാണ്, യാത്ര ചെയ്യുകയാണ്. കണ്ടോളൂ. സജീസ് ഹോം കഫേ. ഇതോടെ കോട കണ്ടോ ഇപ്പൊ. അതെ കണ്ട കണ്ട കോട ഇറങ്ങിയിരിക്കുന്ന കണ്ടോ. നമ്മുടെ നാട്ടിലെല്ലാവരും ചൂട് കൊണ്ട് തിളച്ച് വെന്തിരിക്കുമ്പോ ഞങ്ങളിവിടെ കോട മഞ്ഞിൽ പച്ചപ്പുതച്ച മലനിരകള് പുഴയിലും ഒക്കെ ഞങ്ങളിങ്ങനെ പോവാ. കോടമഞ്ഞിൻ ഓഹോ താഴ്വരയിൽ പാടുപിള്ളേരെ. അല്ല അതുകൊണ്ട് നല്ല സൂപ്പർ. ഞാൻ ചോദിക്കുവാണേ ഇവിടെ ആരെങ്കിലും തീയിട്ടതാണോന്ന്. അത്രയ്ക്ക് പുക പോലെ. കുട്ടി ഒരു കൊച്ചെ പാട്ട് പാട്. ഇത് ഇനി ഒരവസരം കിട്ടത്തില്ല. ഈ കൊട്ട വഞ്ചിക്കകത്ത് വന്നിരുന്ന് നിനക്ക് പാടണമെങ്കിൽ ഏതെങ്കിലും ഒരു പാട്ട് പാടും. അപ്പൊ ഏതെങ്കിലും പാട്ട് പാടും. ഇതെന്താ മരം ഇങ്ങനെ സെന്ററിലോട്ട് ചോലകളും പാടും താഴ്വാരം എല്ലാം നമുക്കിന്ന് സ്വന്തം. എന്റെ പൊന്നുമോൻ പാടും. കണ്ടേ നേരറിഞ്ഞ് നീ വളരെ പകല് കാവലുണ്ടേ. താനം തനന്താനേ തന്താൻ ആരോ രാരാരിരാരോ തന്താനേ രാരോ രാരാരിരാരോ പതിപ്പിച്ച കൂടാരം രാവിൻ നിലാവിൻ്റെ ദൂരം. ഇല്ല ഇല്ലേ. താനം തനം താനേ തന്താനേ രാരോ ആരാരിരാരോ താനം തനം താനേ തന്താനേ രാരോ രാരാരിരാരോ. പൊന്മാൻ, ഒരു പൊന്മാൻ ഇരിക്കുന്നുണ്ടോ ഞങ്ങൾ വരുന്ന വഴിക്ക്. വേണ്ടത് ഈ മരക്കൊമ്പയിൽ കണ്ട ഞങ്ങളുടെ യാത്രയെ നോക്കിയിരിക്കുന്ന ഒരു പൊന്മാൻ.
അടിപൊളി. അപ്പോൾ ഞങ്ങൾ പാട്ടൊക്കെ പാട്ടെന്ന് പറഞ്ഞാൽ കാളരാഗമാണ് കേട്ടോ. ബാക്കിയും കൂടെ വെച്ചാൽ നിങ്ങൾ എണീച്ചോടും. അപ്പോൾ അതുകൊണ്ട് നമ്മളതങ്ങ് നിർത്തി. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ എവിടെ പോയാലും ചെല്ലുന്ന ആ സിറ്റുവേഷനുമായിട്ട് ഞാനങ്ങ് പൊരുത്തപ്പെടും. നല്ല ഇതായിട്ട് ഞാനങ്ങ് ഇഴുകിച്ചേരും കേട്ടോ. ഇത് കല്ലാറാണ്. കല്ലാറിനെ അറിയണമെങ്കിൽ അടവിയിലെ കുട്ടവഞ്ചി സവാരി ഒഴിവാക്കരുത് കേട്ടോ. അടിപൊളി സൂപ്പറാണ്. എടോ വച്ചേ ഇരുന്ന് സർക്കസ് കാണിക്കുവോ ജയ? ഈയൊരിക്കും അയ്യ. കറക്കിയത് അടിപൊളിയായിരുന്നു. ഇതിപ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയാം, ഇവരെയൊക്കെ കൊട്ടി താഴെ ഇടും. ഞങ്ങൾ വെളി അവിടെ കൊട്ടി എന്നിട്ട് ഇവരെ എല്ലാം തട്ടിയിട്ടിട്ട് ഞങ്ങളൊരു കറക്കം കറങ്ങും. ആറ്റുവഞ്ചിയാണ് ഇത്, കണ്ടോ? നിറയെ മുട്ടിട്ട് നിൽക്കും. അത് പൂത്ത് കഴിയുമ്പോൾ നല്ല രസമാണ്. ആറ്റുവഞ്ചി പാട്ട്, പഴയ സിനിമാ പാട്ട് കേട്ടിട്ടില്ലേ? ആറ്റുവഞ്ചി പൂത്തുലഞ്ഞു എന്ന് പറഞ്ഞിട്ട്. മുതലേ ഞങ്ങളിതാണ്ട് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടാ, നമ്മൾ കയറിയ സ്ഥലത്തോട്ട് എത്താറായിട്ടുണ്ട്. അപ്പോൾ 600 രൂപയാണ് നമ്മൾ 4 പേർക്കുള്ള ഒരു കൊട്ടവഞ്ചി കേട്ടോ. അപ്പോൾ ടിക്കറ്റ് എടുക്കുക, വന്നാൽ നമുക്ക് നഷ്ടമില്ല. നല്ല രസമാണ് കേട്ടോ. നല്ല, അതും ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയെന്ന് പറഞ്ഞാൽ നല്ല വെയിലില്ല, നല്ല ചെറിയ ചാറ്റൽ മഴയിൽ നിന്ന് വല്ലപ്പോഴും ഒക്കെ ഒരു തുള്ളി നിങ്ങൾ വെള്ളത്തിലേക്ക് നോക്കിക്കതേ, അങ്ങും ഇങ്ങൊക്കെ ചെറുതായിട്ട് ചേർന്നുണ്ട്. അത്രയേ ഉള്ളൂ. നല്ല സൂപ്പർ ആണ് കേട്ടോ. അല്ല, ഇത്രയും വെള്ളം ഒഴുകി അങ്ങ് പോത്തില്ലേ? അതിന് തടയണ കെട്ടിയിരിക്കുക അവിടെ, കണ്ടോ? തടയണയാണില്ല അവിടെ. അതെ, JCBക്ക് ആക്കിയതാ. അതാ ഞങ്ങൾ ഇവിടെ എത്തി. പക്ഷെ ഞങ്ങളിപ്പോൾ പോകത്തില്ല. ഞാനും ഈ ചേട്ടനും കൂടെ ഒരു കറക്കി വട്ടം കറക്കിയിട്ട് ചേട്ടനെ ഒന്ന് വട്ടം കറക്കും ഞങ്ങൾ. അതാണ്ട് എൻ്റെ അമ്മുക്കുട്ടൻ. ചെറിയ ചാറ്റൽ മഴ നനഞ്ഞുകൊണ്ട് ഈ കുട്ടവഞ്ചിയിൽ ഒന്ന് വട്ടം കറങ്ങി ആസ്വദിച്ച് ഒരു പാട്ടൊക്കെ പാടി അടിപൊളിയായിട്ട് തിരിച്ചു വന്നാലുണ്ടല്ലോ, സൂപ്പറാണ്, സൂപ്പർ. അപ്പോൾ നമുക്ക് കിട്ടിയ ഈ ചേട്ടൻ, വർഗീസ് എന്നാണ് ഈ ചേട്ടൻ്റെ പേര്. ഈ ചേട്ടൻ നല്ലതുപോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. ആഴമുള്ള ഭാഗത്താണ് നമ്മളെ ആ വട്ടം കറക്കിയത് കേട്ടോ. പക്ഷേ എനിക്ക് പേടിയില്ലായിരുന്നു, കാരണം ഞാൻ അത്യാവശ്യം നന്നായിട്ട് നീന്താൻ അറിയുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയമില്ല. ജയയും മക്കളും ഭയങ്കരമായിട്ട് പേടിച്ച് വിറച്ചിരിക്കുകയാണ്. ജയയ്ക്ക് തല കറങ്ങുന്നു, മക്കൾ ഛർദ്ദിക്കാൻ പോകുന്നു. പക്ഷേ ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ നന്നായിട്ട് കറങ്ങിയിട്ട് നല്ലതുപോലെ ആസ്വദിച്ചു. പിന്നെ മരണം ഒരിക്കലേ ഉള്ളൂ, അതെവിടെയായിരിക്കുമെന്ന് അള്ളാഹുവിനെ അറിയത്തുള്ളൂ. നമ്മൾ പേടിച്ച് ഒളിക്കാൻ ഒരു സ്ഥലമില്ല. ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം. അപ്പോൾ അത് ഏത് രീതിയിലാണെന്ന് നമുക്ക് പോലും അറിയില്ലല്ലോ. അപ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവുക. അങ്ങനെ കാടിന്റെ വന്യതയിൽ കൂടി തിരികെ പോവുകയാണ് കുട്ടികളെ. കാടാണ് കേട്ടോ. കാട്ടിന്റെ നടുക്കൂടി നമ്മളിങ്ങനെ ഉള്ളത്. ഇവിടെ ജോലിയായിട്ട് ഇരിക്കും, മുങ്ങിപ്പോത്തേ ഉള്ളൂ അല്ലേ? ഇത് കാര്യമായിട്ട് നമ്മൾ ഒന്നേന്ന് അല്ലെ പ്രാക്ടിക്കലോട് പഠിച്ചു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ നമ്മളെ ഇറങ്ങിയിട്ടുണ്ടോ യൂട്യൂബിൽ കഴിഞ്ഞാൽ ഇതൊക്കെ വൻ സ്കോർ മെഡൽ കൊണ്ടുവന്ന ഒരാളെയാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അതിന് മുമ്പ് നമുക്ക് അടുത്ത സത്യത്തിലൊരു പാട്ട് കേട്ടിട്ടുണ്ട്. അടുത്തു വന്നാലും അടുത്ത് നിൽക്കാതെ
മണിയാർ ഡാമാണ് ഇത്. കണ്ട, നമ്മളെന്തായാലും ഇവിടെ വരെ വന്നപ്പോൾ മണിയാർ ഡാം കാണാതെ പോകുന്നു ശരിയാണോ? അല്ല, ചക്ക നിൽക്കുന്ന കണ്ടോ മക്കളെ, ഞങ്ങളുടെ പ്ലാവൊക്കെ വെറുതെ നിൽക്കുന്നു. അയ്യോ, ഇങ്ങോട്ടങ്ങ് ഓരോ പ്ലാവ് നിറച്ച് ചക്കയാ. ഞാനിത് പറയുമ്പോൾ പറയോ പോയി, ഇനി ചക്ക അവിടെ ഉണ്ടാകത്തില്ലെന്നാ പറയുന്നത്. വേണ്ട, മണിയാർ ഡാമിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ഞങ്ങൾ നിൽക്കുകയാണ്. ഇതാണ് മണിയാർ ഡാം. ഇതെല്ലാം മണിയാർ ഡാം. ഞാൻ കാണിച്ചു തരാം. കണ്ട, ഇതാണ് നമ്മുടെ മണിയാർ ഡാം. വെള്ളമൊന്നുമില്ല കണ്ട, വറ്റി വരണ്ട് കിടക്കുകയാണ്. പക്ഷേ അവിടോട്ട് നോക്ക് നിങ്ങൾ, വേറൊരു സംഭവം കാണിച്ചു തരാം. കണ്ട, ഇതാണ് ഈ മണിയാർ ഡാം. ഇതിങ്ങനെ ഈ ഇവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളത്തിലാണ് ഇന്നലെ നമ്മൾ ആറ്റിലിറങ്ങിയ കുറേ വീഡിയോ എടുത്തിട്ടുണ്ട്. അടിപൊളി, എന്തോ ഐസ് പോലെ ഇതിലെ വെള്ളം കേട്ടോ. നമുക്ക് ഇങ്ങനെ കണ്ടാൽ തോന്നും വെള്ളം ഒട്ടുമില്ലെന്ന്. എന്താ കുളിക്കാൻ പോവുക. എന്താ കുളിക്കാനും നനയ്ക്കാനും. ഇതുപോലെ ഇന്നലെ ഞങ്ങൾ പോയത്. ഇതിൽ കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ട് ഇച്ചിരി ആഴമുള്ള ഭാഗത്ത് പോയി തുണി നനയ്ക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും. കണ്ടാൽ നമുക്ക് തോന്നും ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഉള്ളെന്ന്. എന്താ നല്ല രസമില്ലേ? കെട്ടി നിൽക്കുകയാണ്. നമുക്കങ്ങോട്ട് വെള്ളം കിട്ടുന്നത് അല്ലേ? ഇത് കണ്ടോ, എല്ലാം മാന്തിയ പോലെ. അവിടെ നിന്നാ ഈ വെള്ളം ഇങ്ങോട്ട് വരുന്നത്. ഓ, വേണ്ട, നമ്മുടെ മണിയാർ ഡാമിന്റെ അടുത്ത് നിന്നും സജീസ് ഹോം കഫേയോടൊപ്പം നമ്മുടെ ജയ, അമ്മു, കുഞ്ഞാറ്റ. പോണോ? അവിടെ ഒരു തൂക്കുപാലം ഉണ്ടേ, അത് കാണാൻ പറ്റത്തില്ല, തൂങ്ങിക്കിടക്കുക. കമ്പിപ്പാലം. നമ്മളിതൊരു പാലമാണ് കേട്ടോ, തൂക്കുപാലമാണേ. ഈ പാലത്തെ കൂടെ ഞങ്ങള് പോവുകയാണ് കേട്ടോ. ഓ, രണ്ടുപേരെ കൂടുതൽ കയറരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞാനും ജയയും കൂടെ വിറയ്ക്കുന്നത് കേട്ടോ. ഇത് കൂടെ നാടുന്നുണ്ട്. അടിപൊളി. ഇത് കണ്ടോ, ഈ തൂക്കുപാലത്തിൽ നിന്നുള്ള നമ്മുടെ മണിയാർ ഡാമിന്റെ ദൃശ്യമാണ്. കണ്ടോ പിള്ളേരെ, എങ്ങനെ ഇരിക്കുന്നെന്ന് നോക്ക് നിങ്ങള്. ഹായ്, ഇതിന്റെ താഴോട്ടൊന്ന് നോക്കിക്കേ മക്കളെ. നമ്മള് ഇവിടെ വന്നേച്ച് താഴോട്ട് നോക്കിയാൽ ചിലർക്ക് തല കറങ്ങും കേട്ടോ. അത്രയ്ക്ക് ഉയരത്തിലാണ്, അത്ര പൊക്കത്തിലാണിത്. നമ്മൾ താഴേന്ന് ഒരുപാട് പൊക്കത്തിലാണ്. ഉണ്ടോ ഒന്നില്ലേ? നീരുണ്ട്, ശരിക്കും നീര് ഇതിൻ്റെ അകത്ത്. ഒരു ഫോട്ടോ എടുത്തേനെ. അപ്പം മണിയാർ ഡാമും തൂക്കുപാലവും ഒക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അവിടെ നിന്നും പിറ്റേ ദിവസം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകാനൊരുങ്ങുകയാണ്. മതിയല്ലോ, സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി, വന്ന് ഞാൻ കൊണ്ടുവരുമല്ലോ. ഓ, വരണേ നിങ്ങള്. അപ്പൊ അതാ നമ്മള് ഇവരോട് യാത്ര പറഞ്ഞതാ, പോവാൻ ഒരുങ്ങുകയാണ്. കറക്കം വന്ന കോഴിയെ പോലെ നിൽക്കുന്ന രണ്ടുപേരെ കണ്ട. അമ്മും പൊന്നും ഒരേ സ്വരത്തിൽ ചോദിക്കുന്നത് പോണോ ഉമ്മി, പോണോ ഉമ്മി. പക്ഷെ പോയല്ലേ പറ്റൂ പോളെ, നിങ്ങളെ കിട്ടുവാ. ഉസേട്ടനും ഇക്കായുമാണ്. മോളെ ചെറുത് മതിയടാ, ചെറുതരണം എടുത്താൽ മതി. പൊന്നോമ, സ്വർണ്ണ കളറിലെ ഓമ. ഒരു കവറിൻ്റെ ഇടുക്കി. എനിക്ക് ഓമത്തൈ പറിക്കുക കേട്ടെ. നടാം. മോളെ അതിൻ്റെ അകത്തോട്ട് ഇച്ചിരി മണ്ണിടാവായിരുന്നു. ഇവർക്കിവിടെ കൃഷിയുണ്ട് കേട്ടോ. ചക്ക, പിന്നെ ഏത്തക്കൊല, പച്ചക്ക, അതിൻ്റെ അകത്ത് കായയാണ്. ഉണ്ടോ ഓമത്തൈ കെട്ടുക. പൊന്നോമയാണ് അത്, സ്വർണ്ണ കളറിലെ ഓമയ്ക്ക ഉണ്ടാകത്തില്ലേ, അതിൻ്റെ തൈയാണ്. അപ്പോൾ
വെച്ചോട്ടെ. അപ്പൊ ശരി പോട്ടേടാ. 5 ദിവസം ഞങ്ങൾ അടിച്ചു പൊളിച്ചു. തിരിച്ചൊരു പോക്കെന്ന് യാത്ര ചോദിക്കൽ എന്ന് പറയുമ്പോൾ വല്ലാത്ത വേദനയാണ്. എൻ്റെ കൂടപ്പറപ്പിനെ പോലെ കൂടപ്പറപ്പ വരണേ എല്ലാവരും കൂടെ വരൂ. വരണേ പൊന്നും അങ്ങ് വരണേ മനെ. അവിടെ ചങ്ങനാശ്ശേരി നിന്ന് അടുത്താ. അമ്മക്കുട്ടാ കുഞ്ഞാറ്റ വരുമ്പോൾ പറഞ്ഞേക്ക് കേട്ടോ. എനിക്ക് സങ്കടം വന്നു കഴിഞ്ഞാൽ ആരും കാണാൻ കരയുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ അറിയാതെ എൻ്റെ ഉള്ളു നീറി ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് കരയുകയാണ്, പുറത്തേക്ക് ഞാൻ കാണിക്കുന്നില്ല. ഇവിടെ നിന്നും വണ്ടി വിട്ടുപോയി കഴിയുമ്പോൾ എനിക്ക് കരയാൻ ഒരുപാട് സമയമുണ്ടല്ലോ. ഞാനും കൂടി ഇവിടെ നിന്ന് കരഞ്ഞാൽ ജയ ഒന്നും കൂടി കരയുമെന്ന് എനിക്കറിയാം. സുശീലന് ഇപ്രാവശ്യം വിഷമമൊക്കെ ഉള്ളിൽ കടിച്ചമർത്തി നിൽക്കുവാണ് കേട്ടോ. പക്ഷെ വല്ലാത്ത സങ്കടമാണ്, വല്ലാത്ത സങ്കടം, വല്ലാത്ത വേദന. പൈസ വരട്ടെ. സത്യത്തിൽ വിട്ടിട്ട് പോകാൻ തോന്നുന്നില്ല. ചെയ്യാൻ പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഓട്ടോ ചേട്ട ഇല്ല വരണേ കേട്ടോ. നിങ്ങൾ 2 ദിവസം നിൽക്കാനായിട്ട് വരണേ. ധൃതി പിടിച്ച് ഓടി വന്നാല് പോട്ടെ മോനെ. മോള് ശനിയാഴ്ച മോള് വെള്ളിയാഴ്ച ഇല്ല വെള്ളിയാഴ്ച പോയിച്ചു പോവന്നെ പോയിച്ചു വരട്ടെ. ഞങ്ങൾ ചങ്ങനാശ്ശേരി വരുമ്പോൾ മോളെ കാണാം. ഞങ്ങൾ ചങ്ങനാശ്ശേരി വരുമ്പോ വിളിക്കാൻ മോനെ. മോടെ നമ്പർ എനിക്കറിയില്ല, നീ ഒന്ന് വിട്ടേക്കണേ. എന്താണ് സാരമില്ലല്ലോ, ഞങ്ങൾ ഓടി വരാം. എന്തെങ്കിലും വഴി നോക്കട്ടെ. വിളിക്കുക, ഞങ്ങൾ അന്നേരം വരാം. ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ, വണ്ടിയേ ഉണ്ടല്ലോ, ഒരു കുഴപ്പമില്ല. രാത്രി അല്ലാതെ പകലെ വിളിക്കണം. മക്കളെ മോളെ ടാറ്റ വരണേടാ. സുശീല പോട്ടെ മോനെ. കഷ്ടം. സത്യം പറഞ്ഞാൽ ഇങ്ങനെ കിട്ടുന്ന സ്നേഹബന്ധങ്ങൾ മരണം വരെയും അത് നിലനിർത്തിക്കൊണ്ടു പോവുക, അത് കുറച്ച് പേരെ കൊണ്ടേ കഴിയത്തുള്ളൂ കേട്ടോ. 25-26 വർഷത്തിന് മേലെയായി ഞങ്ങൾ ഇവരുമായിട്ടുള്ള ബന്ധം തുടങ്ങിയിട്ട്. പരസ്പരം പകയും വൈരാഗ്യവും വെച്ച് പുലർത്തുന്ന ഈ ഒരു കാലത്ത് മാതാപിതാക്കൾക്ക് മക്കളില്ല, മക്കൾക്ക് മാതാപിതാക്കളില്ല, സഹോദര ബന്ധം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത ഈ ഒരു ലോകത്ത് നമ്മൾ എന്താ പറയുന്നത്, അതിന് എനിക്ക് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ കുറേ ബന്ധങ്ങളുണ്ട്, ഇവർ മാത്രമല്ല കേട്ടോ. ഞങ്ങൾ കുടകിൽ വെച്ചിട്ട് വഴിയിൽ വെച്ചിട്ട് പരിചയപ്പെട്ട ഒരു കുടുംബം ഇന്ന് ഞങ്ങളുടെ സ്വന്തമാണ്, മലപ്പുറത്താണ്. അവർ വന്നാൽ ഇവിടെ വരികയും ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുകയും ഒരാഴ്ചകളോളം ഇവിടെ വന്ന് നിൽക്കും, ഞങ്ങൾ അങ്ങോട്ട് പോകും. അത്രയ്ക്ക് ഒരു വീട് പോലുള്ള ബന്ധമാണ്. അതേപോലെ തന്നെ പുള്ളിയുടെ സുഹൃത്തുക്കളെല്ലാമായിട്ടും ഞങ്ങൾ നല്ല രീതിയിൽ നല്ല ബന്ധം പുലർത്തിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ അത് മരണം വരെയും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധങ്ങളും നിലനിർത്തി കൊണ്ടുപോകാൻ ദൈവം അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ ഭൂമിയിലെ തുച്ഛമായ നാളുകൾ ഒരു വിരുന്നുകാരെ പോലെ നമ്മളിവിടെ ഈ ലോകത്ത് ജീവിച്ച് ഒരു ദിവസം നമ്മളിതെല്ലാം ഉപേക്ഷിച്ച് പറന്നങ്ങ് പോകും അല്ലേ. അപ്പം നമുക്ക് നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളും എല്ലാം നിലനിൽക്കട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.